ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരും കാണുന്നുണ്ട്, ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അനീന അനയോട് പറയാണ്, എപ്പോഴാണ് എനിക്ക് നന്ദുവിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അവളുടെ സൗഹൃദത്തിന് ഞാൻ മറ്റൊരു കളർ കൊടുത്തതായിരിക്കും. എനിക്ക് പറ്റിപ്പോയ തെറ്റ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അനിയുടെ വിഷമം കണ്ടിട്ട് നയനക്ക് അതിനേക്കാൾ വിഷമമാകാണ്. നന്ദു അനാമികയെ കാത്തുനിന്ന് മുഷിയാണ്. എന്നിട്ട് നന്ദു പറയാണ്, മനുഷ്യരെ പറ്റിക്കുന്നൊരു കണക്കുണ്ട്. എന്നോട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞിട്ട് അവളെവിടെ? അവളിങ്ങോട്ട് വരുന്നുമില്ല, ഫോൺ എടുക്കുന്നുമില്ല. കനക പോകാൻ ഇറങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ അവളുടെ എന്താ ഗോവിന്ദേട്ടാ ചോദിക്കുന്നത്? പോവുകയാണോന്നോ? ഗോവിന്ദേട്ടനും കൂടി വരേണ്ടതാ. അപ്പോൾ പിന്നെ വീട് പൂട്ടിയിട്ട് അങ്ങ് പോകാമായിരുന്നല്ലോ. ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസം അങ്ങോട്ടേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ കൂടി വന്ന് നിൽക്കുന്നത് ശരിയല്ല കനകേ. അയ്യോ, ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഗോവിന്ദേട്ടാ. മാത്രമല്ല, ഞാൻ തിരിച്ചു പോകുമ്പോഴേ ഗോവിന്ദേട്ടനെയും കൂടി കൂട്ടിയിട്ട് പോകണമെന്നാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. അതൊരു പാവ അമ്മയാ, അതുകൊണ്ട് അങ്ങനെ പറയൂ. എങ്കിലും മറ്റുള്ളവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കണമല്ലോ. ദേ നന്ദൂട്ടൻ വരുന്നു. നീ എന്താ മോളെ ഇങ്ങോട്ട് പോകുന്നത്? അത് എനിക്കവിടെ നിന്നിട്ടൊരു ശ്വാസം മുട്ടൽ പോലെ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ മോളെ? അവളുടെ അച്ഛൻ ചോദിക്കുകയാണ്. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല അച്ഛാ. പിന്നെ അനിയുടെ അമ്മ എന്നോട് ചോദിച്ചു, വീട്ടിൽ നിന്ന് അമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം വന്നാൽ പോരെ എന്ന്. അനിയുടെ അമ്മ അങ്ങനെ ചോദിച്ചോ? അവരൊരിക്കലും അങ്ങനെ ചോദിക്കേണ്ടതല്ലല്ലോ. ദേവയാനിയോ ജലജയോ അങ്ങനെ പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ജാനകി അവരെന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നയനമോൾക്കൊരു സപ്പോർട്ടുള്ളത് അവരായിരുന്നു. അതെ നന്ദൂട്ടാ, ഇനി നീയും അനിയും തമ്മിലുള്ള അടുപ്പം അവരറിഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെ എന്തോ ഉണ്ടമ്മേ, അതെനിക്ക് ഉറപ്പാ. ഷോ, എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല. അപ്പോൾ അച്ഛൻ പറയാണ്, നന്നായി, എന്നാൽ പിന്നെ നീ പോയിക്കോ കനകേ. നിങ്ങൾ രണ്ടുപേരും തലേ ദിവസം അങ്ങോട്ടേക്ക് പോയിക്കോളാം. അപ്പോൾ അവൾ പറയാണ്, എന്തിനാ അച്ഛാ തലേ ദിവസം പോന്നേ? കല്യാണത്തിൻ്റെ അന്ന് പോകാം നമ്മൾക്ക്. അപ്പോൾ കനക പറയാണ്, അയ്യോ അതൊന്നും പറ്റില്ല മോളെ. ദേ തലേ ദിവസം അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നതാ. ആ സമയത്ത് നമ്മൾ ബന്ധുക്കൾ അവിടെ ഉണ്ടാവണ്ടേ? അനിയുടെ അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ചെറിയൊരു ഭയവുമുണ്ട്. ഒന്ന് ശരിയാകുമ്പോൾ മറ്റൊരു തലവേദന വരും. അങ്ങനെ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം ഗോവിന്ദേട്ടാ. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ രണ്ടുപേരും തലേ ദിവസം അങ്ങ് എത്തിക്കൊള്ളണം. മോളെ പോയിട്ട് വരട്ടെ. പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ നമ്മുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എല്ലാവരോടും പറഞ്ഞിട്ടാണോ മോളിങ്ങോട്ട് പോകുന്നത്? ഇല്ല, എല്ലാവരോടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ചിലപ്പോൾ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും പോകാൻ തന്നെ വിടില്ല അച്ഛാ. പിന്നെ എന്തോ ഞാനവിടെ ഒരു അധികപ്പറ്റാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിങ്ങ് പോന്നേ. പിന്നെ നന്ദു വന്നിട്ട് റൂമിലിരിക്കുകയാണ്. എന്നിട്ട് ചിന്തിക്കുകയാണ്, പിന്നെ അവൾ എന്തിനായിരിക്കും കാണണമെന്ന് പറഞ്ഞത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എത്ര വിളിച്ചിട്ടും മോളെ കിട്ടുന്നില്ലല്ലോ. അവൾ 11 മണിയാകുമ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് പോയതാ. 2 മണിയായി ഇന്ന്. അപ്പോൾ അച്ഛൻ പറയാണ്, ഇന്ന് ഒന്നിച്ചു പോയിട്ട് കല്യാണം വിളിക്കാമെന്ന് പറഞ്ഞിരുന്നതല്ലേ? അതെ, പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞതാ. ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അത് വിളിച്ച് പറഞ്ഞൂടെ? ഇത് വിളിച്ചിട്ട് റിങ്ങുണ്ട്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അവളുടെ അച്ഛൻ പറയാണ്, ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഒരു രക്ഷയില്ല. അപ്പോൾ അച്ഛൻ പറയാണ്, അവൾ മൊബൈൽ കാറിൽ വെച്ചിട്ട് ഫ്രണ്ട്സിനൊപ്പം എവിടെയെങ്കിലും പോയി കാണും. കൂട്ടുകാരികളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവളെല്ലാം മറക്കും. കല്യാണം ഇങ്ങെത്തി. ഇനിയും അടുത്ത ബന്ധുക്കളെ പലരെയും വിളിക്കാനുമുണ്ട്. ആ സമയത്താണ് ഈ പണി കാണിച്ചിരിക്കുന്നത്. അവൾ പ്രത്യേകിച്ച് ആരെയെങ്കിലും കാണാൻ പോകും എന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. ബ്യൂട്ടി പാർലർ വരെ പോകുന്നു എന്നാണ് പറഞ്ഞിട്ട് പോയത്. പിന്നെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനെ കാണണമെന്നും പറഞ്ഞു. ഇനി അനിയെ കണ്ടു കാണുമോ? അതാ എൻ്റെയും സംശയം. പക്ഷേ അനി അവളെ വിളിക്കാറൊന്നുമില്ല. കണ്ടാലും അത്ര താല്പര്യമൊന്നും കാണിക്കാറില്ല എന്ന് പറഞ്ഞവൾ നിരാശയോടെയാണ് നടന്നിരുന്നത്. ഇനി എത്ര നിരാശയുണ്ടെങ്കിലും അനിയെ വിട്ടുകളയരുത് എന്ന് ഞാൻ അവളോട് നായ്പോട്ടം പറഞ്ഞതാ. ഇനിയിപ്പോൾ വിട്ടുകളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കല്യാണം കഴിയുമല്ലോ. താലികെട്ട് നടന്നു കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അനന്തപുരിക്കാരുമായിട്ട് ബന്ധം കൂടിയാൽ പിന്നെ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു നിർത്താം. എങ്ങനെയെങ്കിലും ഒരു 101 പവൻ ഉണ്ടാക്കിയിട്ട് കെട്ടിച്ചു വിടണം. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾ പോയി കഴിഞ്ഞാൽ അവളുടെ വീട്ടുകാർക്ക് പിന്നെ വലിയ ബാധ്യതയില്ല. ഇനി എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടായാൽ തന്നെ കോമ്പൻസേഷൻ കണ്ടമാനം തരേണ്ടി വരും. ഒരു കുഞ്ഞൂടുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലൊരു ഫാമിലി ആണെങ്കിൽ അവർ തരുന്ന കോമ്പൻസേഷൻ കൊണ്ട് കടമെല്ലാം തീർത്ത് സുഖമായി ജീവിക്കാൻ കഴിയും. അങ്ങനെ ബന്ധം പിരിയുമെന്നൊന്നും ചിന്തിക്കേണ്ട വേണുവേട്ടാ. അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ കടവും എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയല്ലോ.
ബന്ധം പിരിയണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി ഒരുപക്ഷെ അങ്ങനെ ബന്ധം പിരിയുകയാണെങ്കിൽ നമുക്കും നമ്മുടെ മോക്കും വലിയ പരിക്ക് പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. അവൾക്കൊപ്പം പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് നീ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഇല്ല, അത് അവൾക്കും അറിയാലോ. അതുകൊണ്ട് ഉറപ്പായിട്ടും വരും. അനാമികയെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ്, സംശയിക്കണ്ട, ഞാൻ തന്നെയാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. എന്താ സാർ ഇത്? എൻ്റെ കല്യാണമാണ് 2 ദിവസം കഴിഞ്ഞാൽ. അറിയാം, ആ സമയത്ത് തന്നെയല്ലേ നീ ഇവിടെ കിടക്കേണ്ടത്. എടി, സ്വന്തം മകളുടെ കല്യാണം മുടങ്ങും എന്ന് അറിയുമ്പോഴെങ്കിലും നിന്റെ അച്ഛൻ എനിക്ക് തരാനുള്ള പണം തരുമോ ഇല്ലയോ എന്ന് അറിയണ്ടേ. രൂപ 1 2 അല്ല വാങ്ങിച്ചു കൂട്ടിയത്. അപ്പോൾ അവൾ പറയാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാറിന് തരാനുള്ള ക്യാഷ് ഞങ്ങൾ തന്നിരിക്കും. ഒരുപാട് അവധി പറഞ്ഞതാ വാക്കിന് വിലയില്ലാത്ത നിന്റെ അച്ഛൻ. ആ സമയത്ത് നീയും നിന്റെ അമ്മയും ഒരുപാട് സപ്പോർട്ട് ചെയ്തതാ. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മോളെ. പണത്തിന് പണം തന്നെ വേണം. അവൻ്റെ കയ്യിൽ നിന്ന് മുതലും പലിശയും ഈടാക്കാതെ നിന്നെ ഞാൻ വിടില്ല. കിട്ടാനുള്ളതിൻ്റെ പകുതിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നിന്റെ കല്യാണം മുടങ്ങും. ഞാനിവിടെ ഉണ്ടെന്ന് അവരെ അറിയിച്ചോ? അതൊക്കെ ഞാൻ അറിയിച്ചോളാം. നീ അനന്തപുരിയിലെ മരുമോളാകാൻ പോകുന്നത് കൊണ്ട് എന്തായാലും ഇത് പോലീസ് കേസാവും. പോലീസൊക്കെ വരട്ടെ, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ. അപ്പം അനന്തപുരിക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. അതോടെ ഈ കല്യാണവും മുടങ്ങും. അതൊക്കെ ഒഴിവാക്കാൻ പെട്ടെന്ന് പൈസ തന്ന് എന്നെ ഒഴിവാക്കുന്നല്ലേ നല്ലത്. കേട്ടോടാവേ, കോടികൾ ശ്രീധരൻ കൊടുത്ത് അനന്തപുരിയിലെ മരുമകളാക്കാൻ അയാളുടെ അടുത്ത് പൈസയുണ്ട്. എൻ്റെ പണം തരാൻ അവന് പ്രയാസം. ആ പ്രയാസം ഞാൻ തന്നെ മാറ്റിക്കോളാം. നീ എന്തായാലും ഇവിടെ തന്നെ ഇരിക്ക്. ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല. നീ എനിക്ക് കിട്ടാനുള്ള പണം തന്നില്ലെങ്കിലും നിന്നെ ഒരു കേടുപാടും കൂടാതെ പറഞ്ഞു വിടും. പക്ഷേ അത് നിശ്ചയിച്ച മുഹൂർത്തം കഴിഞ്ഞിട്ടായിരിക്കുമെന്ന് മാത്രം. അവൾ പിന്നെ അതിനകത്ത് നോക്കുകയാണ്, പുറത്തേക്ക് പോകാനുള്ള ഏതെങ്കിലും വഴിയുണ്ടോ എന്ന്. എവിടെയും കാണുന്നില്ല. അനാമികയുടെ അച്ഛൻ ഇങ്ങനെ വിളിച്ച് നോക്കുകയാണ്, എന്നിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, എന്തായി, അവൾ നിന്നെ വിളിച്ചോ? ഇല്ല. വേണുവേട്ടൻ ഒരു കാര്യം ചെയ്യ്, ആ അനിയെ ഒന്ന് വിളിച്ചു നോക്ക്. മിക്കവാറും നമ്മൾ പറഞ്ഞതുപോലെ അവൾ അനിയെ കാണാനായിരിക്കും പോയത്. അയാളും എടുക്കുന്നില്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആദർശിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ അങ്കിളെ. മോനെ, അനാമിക അങ്ങോട്ടെങ്ങാനും വന്നിരുന്നോ? ഇല്ലല്ലോ. കുറേ നേരമായിട്ട് മോളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് വന്നോന്ന് ഞാൻ ചോദിച്ചത്. അനി അവിടെയുണ്ടോ മോനെ? അവനിവിടെയുണ്ട്. അപ്പോൾ പിന്നെ അവൾ എങ്ങോട്ടായിരിക്കും പോയത്? ഇനിയിപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സിനെയോ മറ്റോ കാണാൻ പോയതായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവൾ ഇത്രയും നേരം പോകും മോനെ. ഇതിപ്പോൾ സമയം കുറേയായി. എന്നാൽ അനിയോടൊന്ന് ചോദിക്ക്, വിളിക്കുകയോ മറ്റോ ചെയ്തോന്ന്. ശരി, ഞാൻ ചോദിക്കാം. നയന ആദർശിന് ചായയുമായിട്ട് വരികയാണ്. അപ്പോൾ ആദർശ് പറയാണ്, വേണു അങ്കിളാ വിളിച്ചത്. പുറത്തുപോയ അനാമികയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലയെന്നാണ് പറഞ്ഞത്. ഒരുപാട് നേരമായ വീട്ടിൽ നിന്ന് പോയിട്ട്. അതുകൊണ്ടല്ലേ അങ്കിൾ ഇങ്ങോട്ട് വിളിച്ചത്. കല്യാണമായിട്ട് എവിടെ കറങ്ങി നടക്കുകയാണോ ആവോ എന്തോ. ഇപ്പോൾ വലിയ ബ്യൂട്ടി പാർലറിലോ മറ്റോ പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫോൺ സൈലൻറ്റിലായിരിക്കും. ആദർശേട്ടാ, ദേ അനി. നിന്നെ അനാമിക വിളിക്കുക മറ്റോ ചെയ്തിരുന്നോ? ഇല്ല. എന്ത് പറ്റിയേട്ടാ? അല്ല, അവളുടെ അച്ഛനിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. കുറേ നേരമായി വീട്ടിൽ നിന്ന് പോയിട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നും പറഞ്ഞു. അവളെവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടാവും. നീ എന്താ അങ്ങനെ പറഞ്ഞേ? എൻ്റെ ഏട്ടാ, അവളങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നൊരു പെണ്ണാ. അതുകൊണ്ട് തന്നെ നീ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണാനില്ലെന്ന് അറിഞ്ഞിട്ടും നിനക്കൊരു വിഷമവും ഇല്ലല്ലോ. ഞാനെന്തിനാ വിഷമിക്കുന്നേ? അവൾ 10-22 വയസ്സുള്ളൊരു പെൺകുട്ടിയല്ലേ. അതുകൊണ്ട് പോയതുപോലെ തന്നെ അവൾ മടങ്ങി വന്നോളും. എങ്കിലും അവളെ കാണാനില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കണ്ടേ? ഏട്ടത്തി എവിടാണെന്ന് പറഞ്ഞാൽ അന്വേഷിക്കുന്നേ? ഞാനേ കുറച്ച് സമയം കൂടി കഴിഞ്ഞ് നമുക്ക് അനാമികയുടെ വീട് വരെ ഒന്ന് പോകാം. വേണു അങ്കിളുടെ സംസാരം കേട്ടിട്ട് ആളാകെ പേടിച്ചിരിക്കുക. എടാ, നീ അവരെ ഒന്ന് വിളിക്ക്, അതവർക്ക് വലിയ ആശ്വാസമാവും. ഏട്ടത്തി, അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചാൽ പോരെ? അതിനു മുമ്പേ അവളെ നോക്കണോ? അതിനു മുമ്പേ അവളെ ശ്രദ്ധിക്കേണ്ടത് അവളുടെ അച്ഛനും അമ്മയല്ലേ. എന്താ അനി ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൾ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാ. പക്ഷേ ഇതുപോലുള്ള കുഴപ്പങ്ങൾ അവൾക്കുണ്ട്. മറ്റുള്ളവരെ ടെൻഷനായി കളയും. ഇപ്പോൾ തന്നെ ഏട്ടത്തി കണ്ടോ, സ്വന്തം അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ തന്നെ അവൾ ഫോൺ എടുത്തില്ല. അതുകൊണ്ടാണ് ടെൻഷൻ കയറി അങ്കിൾ ഇങ്ങോട്ട് വിളിച്ചേ. ഏട്ടത്തി, അതിലും വലിയ ടെൻഷനല്ല ഞാനിപ്പോൾ. ഏട്ടത്തി, കല്യാണം അടുത്തതോടെ മൊത്തത്തിൽ ഒരു മടുപ്പാ. അത് നന്ദുവിനെ ഓർത്തിട്ട് മാത്രമല്ല, എനിക്ക് ചേരാതൊരു പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന ആ ഒരു വിഷമം. ഈ ബന്ധം ശരിയാവില്ലെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അവളെ വിവാഹം കഴിക്കുന്നത്.
അനി എന്താ അനി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഏട്ടത്തി കണ്ടോ? പൊന്നെന്ന് കരുതി കൂട്ടിക്കൊണ്ടുവരുന്നത് തനി തുരുമ്പ ഏട്ടത്തി. പിന്നീട് എല്ലാവർക്കും അത് മനസ്സിലാവും. അത്രയും പറഞ്ഞ് അനി അവിടെ നിന്ന് വിഷമത്തോടെയാണ് പോയത്. എന്നെ കാണിക്കുന്നത് ആദർശും നയനയും അനിയുടെ അതായത് അനാമികയുടെ വീട്ടിലേക്ക് പോയിട്ടാണുള്ളത്. എന്തായി അങ്കിളെ, ഒരു വിവരമില്ല മോനെ, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞങ്ങളും ട്രൈ ചെയ്തു. അപ്പോൾ അവളുടെ അമ്മ പറയാണ് അനിക്ക് വിഷമായി കാണുമല്ലേ? ആ, അവനും കുറച്ച് വിഷമായി. അപ്പോൾ അവർ പറയാണ് അനിയെ വിളിച്ച് കാണും, അവർ തമ്മിൽ കണ്ടു കാണും എന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. അതുകൂടി ഇല്ലയെന്നറിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിപ്പോയി. അനാമികയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചായിരുന്നോ? ആ, എല്ലാവരെയും വിളിച്ചു. എവിടെയും ചെന്നിട്ടില്ല. അവൾ ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെയും വിളിച്ചു നോക്കി, അവിടെയും ചെന്നിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. സമയം ഇത്രയായില്ലേ, എല്ലാവരും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുക. ആ നിലയ്ക്ക് അവളൊന്ന് തിരിച്ചു വിളിക്കേണ്ടതല്ലേ? അതും ഉണ്ടായില്ല. എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങൾ കയറിയിരിക്ക്. വേണ്ടെങ്കിലേ ഞങ്ങൾ ഒന്ന് അന്വേഷിക്കട്ടെ. ഇനിയിപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യേണ്ട സമയമായി. ഇതിപ്പോൾ ആരും വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. അപ്പോൾ ആദർശ് പറയാണ് ഇവിടുത്തെ SI എൻ്റെ സുഹൃത്താണ്, ഞാനേ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞോളാം. ആ മോനെ, പേടിക്കൊന്നും വേണ്ട, അനാമികയ്ക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ മൊബൈൽ സൈലൻ്റാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഫ്രണ്ട്സിനൊപ്പം സിനിമയിലായിട്ടും ചിലപ്പോൾ പോയിട്ടുണ്ടാവും. സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ അവൾ ഉറപ്പായിട്ടും വിളിച്ച് പറയായിരിക്കും മോനെ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ആദർശേട്ടാ. അങ്കിളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, എന്തായാലും അവൾ വരും. ഇന്ന് അവളിങ്ങ് വരട്ടെ, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യന്മാരെ തീറ്റിക്കാൻ പാടുണ്ടോ? ആദ്യം മോളിങ് വരട്ടെ രേവതി, അത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചായിക്കോ. എനിക്ക് മറ്റ് ചില സംശയങ്ങളുണ്ട്. എന്താ? അത് പറയാൻ പോയപ്പോൾ പറയാണ് ഒന്നുമില്ല. പിന്നെ പോലീസ് വരികയാണ്. അപ്പോൾ ആദർശിനോട് ചോദിക്കുകയാണ് എന്താ സാറേ, പെൺകുട്ടിയുടെ എന്തെങ്കിലും വിവരം അറിഞ്ഞായിരുന്നോ? ഇല്ല സാർ, വിളിക്കുമ്പോൾ റിങ് ഉണ്ട്, പക്ഷേ എടുക്കുന്നില്ല. CM ഇതുവഴി പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളല്പം തിരക്കിലാണ്. അത് കഴിഞ്ഞേ ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് അന്വേഷിക്കുക. കല്യാണത്തിൻ്റെ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതിനിടയ്ക്കാണ് ഇങ്ങനെ കാണാതിരിക്കുന്നത് അനാമികയെ. ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ വിളിച്ചിട്ട് പറയാമായിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ നമ്പർ പറയൂ. ആദർശ് ആ പോലീസിന് നമ്പർ കൊടുക്കുകയാണ്. അനാമികയുടെ വീട്ടുകാർ ആകെ അപ്സെറ്റാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞല്ലോ, എന്തായാലും അന്വേഷിക്കാം. സൈബർ സെല്ലിനെ ഇപ്പോൾ തന്നെ വിവരം അറിയിക്കാം. ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഈ പെൺകുട്ടിക്ക് മറ്റാരെങ്കിലുമായിട്ട് എന്തെങ്കിലും അടുപ്പോ പ്രണയമോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല സാർ. അനാമികയാ എൻ്റെ അനിയനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞത്. അവരുടെ കുടുംബമാണ് ഇതിന് കൂടുതൽ ഇൻട്രസ്റ്റ് കാട്ടിയത്. അവരുടെ ഫാമിലിയിൽ മറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതേപ്പറ്റി കൂടുതൽ അറിയില്ല സാർ. ഈ പറയുന്ന പെൺകുട്ടി കാറിലല്ലേ വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്? ആ കാറിൻ്റെ നമ്പർ അറിയുമോ? അറിയാതെ പറയാൻ ആവില്ല. അപ്പോൾ പോലീസ് പറയാണ് എന്നാൽ ഒരു കാര്യം ചെയ്യും, ആ കുട്ടിയുടെ വീട്ടിൽ വിളിച്ചിട്ട് ആ കാറിൻ്റെ നമ്പർ ഒന്ന് വാങ്ങിക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ ആദർശ് വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയാണ് അങ്കിളെ, അനാമികയുടെ കാറിൻ്റെ നമ്പർ ഒന്ന് പറയുമോ? KL 05 എന്ന് പറഞ്ഞ് ആദർശ് നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. ശരി, ഈ നമ്പർ ഇപ്പം തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും പാസ് ചെയ്തോളാം. ഓക്കെ സാർ. ശരി പോകാം. അനാമിക അവരുടെ സങ്കേതത്തിൽ പേടിച്ചിട്ട് വിഷമിച്ചിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ ഭാഗമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.